മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. വി. അരുൺകുമാറിന്റെ IHRD ഡയറക്ടർ നിയമനം പരിശോധിക്കണം. സ്വമേധ്യാ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ നിർദ്ദേശം. ക്ലർക്കായി നിയമിതനായ വ്യക്തിക്ക് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകി. മുൻ മുഖ്യമന്ത്രിയുടെ മകൻ രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനം നേടിയതാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. രേഷ്മ, വി അനിൽകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, നേരത്തെ വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാറിന് IHRD താൽക്കാലിക ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിച്ച നടപടി വലിയ രീതിയിൽ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഒരു ഉത്തരവിൽ ഹൈക്കോടതി ഇക്കാര്യം വിമർശന രൂപേണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അരുൺകുമാറിന്റെ നിയമനം അതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ നിയമനം നടത്തിയത്? UGCയുടെ 2018 UGCയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണോ നിയമനം നടത്തിയത്? ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് സ്വമേധ്യാ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി രജിസ്ട്രിക്കാണ് ജസ്റ്റിസ് DK സിംഗിന്റെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുതാൽപര്യ വിഷയം എന്നുള്ള രീതിയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കണമെന്നുകൂടി DK സിംഗിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് വി.എ. അരുൺകുമാറിന് ഒരു ദിവസം പോലും പഠിപ്പിക്കാത്ത ഒരു ക്ലർക്കായി നിയമിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ക്ലർക്കായി നിയമിതനായിട്ടുള്ള വ്യക്തിയെ ഡയറക്ടറായിട്ട് സ്ഥാനക്കയറ്റം നൽകി. അതൊരു വിചിത്രമായിട്ടുള്ള നടപടി എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിൽ ക്ലർക്കായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിക്ക് ഡയറക്ടറായിട്ട് താൽക്കാലികമായിട്ട് നിയമനം നൽകിയിട്ടുള്ളത്. ഇക്കാര്യം പരിശോധിക്കപ്പെടണം. മാത്രവുമല്ല, UGCയുടെ 2018 മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു VC തലപ്പത്തേക്ക്, അതായത് ഈ IHRDയുടെ ഡയറക്ടർ സ്ഥാനം എന്ന് പറയുന്നത് സർവകലാശാലയുടെ VCക്ക് തത്തുല്യമായിട്ടുള്ള പോസ്റ്റാണ്. ആ ഒരു VCക്ക് തത്തുല്യമായിട്ടുള്ള പോസ്റ്റിലേക്ക് നിയമനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും 7 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയം വേണം. പക്ഷേ അരുൺകുമാറിന് ഒരു ദിവസം പോലും പഠിപ്പിച്ചതിന്റെ അധ്യാപന പരിചയമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിയമനം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു നിയമനത്തിലേക്ക് വന്നിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊരു സ്വമേധ്യാ ഹർജിയായിട്ട് ഫയൽ സ്വീകരിക്കാനായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നിലവിൽ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള അക്കാദമിക് ഡീൻ ആയിട്ടുള്ള ഡോക്ടർ വിനു തോമസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. ആ ഹർജിയുടെ ആവശ്യമെന്ന് പറയുന്നത്, നേരത്തെ തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ താൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന സമയത്ത് തനിക്കെതിരെ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ അന്ന് ഈ ഡയറക്ടർ സ്ഥാനത്തിരിക്കെ തന്നെ ഒരു ചാർജ് മെമ്മോ ഇഷ്യൂ ചെയ്തിരുന്നു. ഈ ചാർജ് മെമ്മോയുടെ രേഖകൾ അത് ഡിജിറ്റൽ കോപ്പി വേണമെന്നുള്ളതായിരുന്നു വിനു തോമസിന്റെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം അരുൺകുമാർ നിരസിച്ചു. ഇതൊരു പ്രതികാര നടപടിയായിട്ടാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പഠിപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ക്ലർക്കായിട്ട് നിയമനം നേടിയ വ്യക്തി അത് പിന്നീട് ഡയറക്ടർ ആകുന്നു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലപാടായിട്ട് സ്വീകരിക്കുകയും അത് ഉത്തരവായിട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിനു തോമസ് നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി നിശ്ചിതമായിട്ടുള്ള ഒരു ഭാഷയിൽ അരുൺകുമാറിന്റെ നിയമനത്തെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണോ ഈ നിയമനം നടത്തിയതെന്ന് ഇനി പരിശോധിക്കേണ്ടത് പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്. സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം എന്നുള്ള രീതിയിൽ രജിസ്ട്രിക്ക് ഈ ഒരു കേസ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഈ ചീഫ് അടങ്ങിയിട്ടുള്ള ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യും. ചീഫ് അടങ്ങിയിട്ടുള്ള ബെഞ്ച് ഈ വിഷയം സ്വാഭാവികമായിട്ടും വിശദമായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യും. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.